സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായ ടെക്നോ പാർക്കിനെ മാറ്റുന്നതിൽ സർക്കാരിന് വലിയ പങ്കുണ്ട്. 4ാം ഘട്ട വികസനം മാത്രമല്ല, ഭാവി പദ്ധതികളുടെ ചർച്ചകളും ടെക്നോ പാർക്കിൽ സജീവമാണ്. വൻകിട പദ്ധതികൾക്കൊപ്പം ജീവനക്കാരുടെ ചെറിയ ആവശ്യങ്ങൾ അധികൃതർ പരിഗണിക്കണമെന്ന അഭിപ്രായവുമുണ്ട്. 35 വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കുന്ന രാജ്യത്തെ ആദ്യ IT പാർക്കിന്റെ മുന്നിലുള്ള ഭാവി അവസരങ്ങളുടേതാണ്. വളർച്ചാ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ ടെക്നോ പാർക്കിന്റെ വികസനം സ്ഥിരതയാർന്നതായിരുന്നു. എല്ലാ വർഷവുമുള്ള സോഫ്റ്റ്വെയർ കയറ്റുമതിയിലും സ്ഥലനിർമ്മിതിയിലും ഇത് വ്യക്തമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാന കേന്ദ്രീകൃതമായിട്ടായിരുന്നു കഴിഞ്ഞ കാലത്തെ ടെക്നോ പാർക്കിന്റെ വികസനം. തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ 4ാമത്തെ ഘട്ടം അത് അതിവിപുലമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വഴിയാണ് തയ്യാറാക്കുന്നത്. പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലുള്ള മാസ്റ്റർ പ്ലാൻ ആയിരിക്കും. നേരത്തെ ടെക്നോ പാർക്കുകളിലെല്ലാം ടെക്നോ പാർക്ക് മാത്രം അല്ലെങ്കിൽ IT മാത്രം എന്നതൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള സോഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി അവസരമൊരുക്കുന്ന ഒരു പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യുന്ന മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിവേഗത്തിൽ തന്നെ സർക്കാർ അതിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. IT വകുപ്പ് അതിനാവശ്യമായിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്നിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ ടെക്നോ പാർക്കിൻ്റെ വികസനത്തിന് സഹായകരമായി വരുന്നുണ്ട്. നിലവിൽ 4ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഒപ്പം ഭാവിയിലേക്കുള്ള പദ്ധതികളും സജീവ ചർച്ചയിലുണ്ട്. 100 ഏക്കറോളം ഭൂമി ഇപ്പോഴും ആരും ഏറ്റെടുക്കാതെ പാർക്കിന് ലഭ്യമാണ്. ഏത് കാലഘട്ടത്തിലും കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരികയാണ് ലക്ഷ്യം. Parallelly, we are looking for availability of additional land parcels that could be in a different model itself. അത് ചിലപ്പോൾ ഒരു ലാൻഡ് പൂളിംഗ് സ്കീമിലൊക്കെ നോക്കാനുള്ള അതിൻ്റെ ഒരു നമ്മൾ റിസർച്ച് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഡൂയിങ് എ സ്റ്റഡി ഫോർ ദാറ്റ് ഓൾസോ. പക്ഷേ ഇപ്പം നമ്മുടെ നിലവിൽ ലാൻഡ് പാർസൽ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാരലലി വി ആർ ഡൂയിങ് സം സോർട്ട് ഓഫ് എ സ്റ്റഡി ടു ഐഡൻറ്റിഫൈ എങ്ങനെ ഇനിയും ലാൻഡ് പാർസൽസ് കൊണ്ടുവരാൻ പറ്റും. അതിന് ലാൻഡ് പൂളിംഗ് സ്കീമിലോ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ. പിന്നെ നമ്മൾ ഈസ് ദർ എനി സ്കോപ്പ് ഓഫ് ഈവൻ പ്രൈവറ്റ് പാർക്സ് ഓൾസോ ടു കം അപ്പ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ IT പോളിസിക്കകത്ത് ഇതെല്ലാം എൻലിസ്റ്റഡുമാണ്. അതേസമയം അടിസ്ഥാന സൗകര്യ വികസനക്കുറവ് ജീവനക്കാരെ അലട്ടുന്നുണ്ട്. ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാലും നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എംപ്ലോയീസ് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് പാർക്കിംഗ് ഇഷ്യൂ ഒരു മെയിൻ. ഫേസ് 1-ലും ഫേസ് 3-ലും പാർക്കിംഗ് ഇഷ്യൂ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. പുതിയ ബിൽഡിങ്സ് വരുമ്പോൾ എംപ്ലോയീസിൻ്റെ പാർക്കിംഗ് ഫെസിലിറ്റി വളരെ ഇതായിട്ട് നോക്കണം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് നന്നായിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ KSRTC ബസ്സസ് ഒരുപാട് ബസ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറവാണ്. ഫേസ് 1-നകത്തുകൂടി പോകുന്ന ബസ്സസ് കുറവാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ ട്രെയിൻ സ്റ്റോപ്പിൻ്റെ ഇഷ്യൂ. അതായത് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിൻസിന് സ്റ്റോപ്പ് അനുവദിച്ചാൽ എംപ്ലോയീസിന് വലിയ സഹായകരമാണ്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.